ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കടല മിഠായിയാണ്. നമുക്കെങ്ങനെയത് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ, കടലയും ശർക്കരയും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 250 ഗ്രാം കടല എടുക്കാം. ഈ കടല ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ തോലൊക്കെ അങ്ങനെ ഇളകി പോരാൻ തുടങ്ങും. ഇപ്പം കടല നന്നായി വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 3 അച്ച് ശർക്കര എടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി. ഇനി അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശർക്കരപ്പാനിയായിട്ട് എടുക്കാം. ഇനി ഇത് മെൽറ്റാവണ വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിലെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി അരിച്ചു വെച്ച ശർക്കരപ്പാനി ഈ പാനിലേക്ക് ഒഴിച്ച് നമുക്കൊന്നുകൂടെ കുറുക്കിയെടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഈ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതതിലിങ്ങനെ അലിഞ്ഞു പോവുകയാണെങ്കിൽ അത് പാകമായിട്ടില്ല എന്നാണ്. അപ്പോൾ വീണ്ടും നമുക്കൊന്നുകൂടെ കുറുക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു നോക്കാം. ഇപ്പോൾ ഈ ശർക്കരപ്പാനി അതിൽ മെൽറ്റാവണില്ല. നമുക്ക് കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് എടുത്തു വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്ത് ബോളാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയാൻ. കണ്ടോ, ഒരു ബോൾ പോലെ നമുക്ക് ഇതാക്കാൻ പറ്റി. ഇനി തീ കുറച്ച് വെച്ചിട്ട് തോല് കളഞ്ഞ് പകുതിയാക്കിയെടുത്ത കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ശർക്കരപ്പാനിയും കടലയായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരണം. നന്നായി മിക്സായി വന്നാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതേപോലെ ഒരു പ്ലേറ്റിൽ നമുക്ക് കുറച്ച് എണ്ണ തേച്ച് വയ്ക്കാം. ഇനി ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. നല്ല കട്ടിയായിട്ടുള്ള മിക്സാണ് ഇത്. ഇതിലേക്ക് ചൂടോടുകൂടി ഒഴിക്കാം. ഇനി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി സെറ്റാവാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ കടല മിഠായിയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഇതുണ്ടാക്കാൻ? അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഹായ്, കടല മിഠായി നല്ല സൂപ്പറായിട്ടുണ്ട് ട്ടോ. ബൈ ബൈ.